എല്ലാവർക്കും നമസ്കാരം. അസർബൈജാൻ്റെ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിലെ അതിമനോഹരമായ ഒരു സ്ട്രീറ്റ് കാണാനാണ്, നിസാമി സ്ട്രീറ്റ്. അതിമനോഹരമായ ഒരു സ്ട്രീറ്റ്, അതാണ് നിസാമി സ്ട്രീറ്റ്. ഒരുപാട് പേര് കാൽനടയായി ഷോപ്പിങ്ങിന് പോകുന്ന ഒരു സ്ഥലം. വാഹനങ്ങളൊന്നും അലൗഡല്ല ആ സ്ട്രീറ്റിൽ. അതും സെൻറ്റർ ഓഫ് ദ ബാക്കു എന്ന് തന്നെ പറയാം ആ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈവനിങ് ആയാൽ അതിഭയങ്കരമായ തിരക്കാണ്. നമുക്ക് സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അങ്ങനെ ഒരു തിരക്കുള്ള ഒരു സ്ഥലമാണ്. അസർബൈജാൻ കാണാൻ പോകുന്നവരാരും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ നിസാമി സ്ട്രീറ്റ്. നിസാമി സ്ട്രീറ്റിന് ഈ പേര് വരാൻ കാരണം അവിടുത്തെ ഒരു ക്ലാസിക്കൽ പോയറ്റ് ഉണ്ട്, അസർബൈജാനി പോയറ്റ്. അയാളുടെ പേരാണ് ഈ സ്ട്രീറ്റിന് ഇട്ടിരിക്കുന്നത്. നിസാമി ഗഞ്ചാവി എന്നാണ് ആ പോയറ്റിൻ്റെ പേര്. അയാളുടെ പേരിൻ്റെ ആദ്യത്തെ നിസാമിയാണ് ഈ സ്ട്രീറ്റിൻ്റെ പേരായി വന്നിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീനായ ഒരു സ്ട്രീറ്റാണ്. ഒരു പൊടി പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല, അത്രയും നീറ്റാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഫുഡ് തന്നെയാണ്, ലോക്കൽ അസർബൈജാനി ഫുഡ്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഒരുപാട് ഫുഡ് കോർട്ടുകൾ അവിടെയുണ്ട്. കൂടാതെ അവിടെ ഒരുപാട് ലക്ഷറി ഐറ്റംസിൻ്റെ ഷോപ്പുകളുണ്ട്, ട്രഡീഷണൽ ഷോപ്പായിട്ടുണ്ട്, പിന്നെ ബുക്ക് സ്റ്റോർ ഒരുപാടുണ്ട്, പിന്നെ ഈ ഹാൻഡിക്രാഫ്റ്റ് ജ്വല്ലറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞാനിവിടെ കൂടുതൽ സമയമൊന്നും സ്പെൻഡ് ചെയ്തില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ സ്ട്രീറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ആ സ്ട്രീറ്റ് വഴി നമ്മൾ നടക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്, എന്താ അറിയില്ല, പ്രത്യേക ഒരു സുഖമാണ്. ഒരുപാട് കൺട്രീസിലുള്ള ആൾക്കാരുണ്ട്, ടൂറിസ്റ്റുകൾ മുഴുവൻ വരുന്ന ഒരു സ്ഥലമാണ്. അസർബൈജാൻ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഇവിടെയും വിസിറ്റ് ചെയ്യും. ഇത്രയും തിരക്കാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വരുന്നവർ, അവിടെ ലോക്കൽസ് ആയാലും എല്ലാവരും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം, വന്ന് അടിച്ചു പൊളിക്കുന്ന ഒരു സ്ഥലം. കുട്ടികൾക്കുള്ള കിഡ്സ് പാർക്ക്, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. ഞാൻ നിസാമി സ്ട്രീറ്റ് വഴി ജസ്റ്റ് വാക്കിംഗ് മാത്രമേ ചെയ്തുള്ളൂ, ജസ്റ്റ് ഒന്ന് കറങ്ങി അതുവഴി. അല്ലാതെ ഷോപ്പുകളിലൊന്നും കയറാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. ഷോപ്പിലൊക്കെ സാധനത്തിനൊക്കെ നല്ല റേറ്റും ഉണ്ട് അത്യാവശ്യത്തിന്, കാരണം വെച്ചാൽ ടൂറിസ്റ്റുകൾ വരുന്നിടത്തെപ്പോഴും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ആണിത്. എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അസർബൈജാനിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.